ധർമ്മടത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിന് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി. നിയുക്ത MLA മാത്യു കുഴൽനാടൻ്റെ നേതൃത്വത്തിൽ MLA ഓഫീസിലാണ് UDF പ്രവർത്തകർ ചേർന്ന് സ്വീകരണം ഒരുക്കിയത്. UDF നേതാക്കളുടെ ഭാഗത്തു നിന്നും തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും കുറച്ചുകൂടി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ധർമ്മടത്തെ റിസൾട്ട് മറ്റൊന്നായി മാറുമായിരുന്നുവെന്നും ധർമ്മടത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് മൂവാറ്റുപുഴയിൽ പറഞ്ഞു. പിണറായി വിജയനെതിരെ ശക്തമായി നിലപാടെടുത്ത ആളാണ് മാത്യു കുഴൽനാടൻ MLA. സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ധർമ്മടത്തെ പരാജയം എഴുതി ചേർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീർച്ചയായും അദ്ദേഹത്തിന്റെ പോരാട്ടം ധർമ്മടത്തെ ജനങ്ങൾ ഏറ്റെടുത്തു, ധർമ്മടത്തെ UDF പ്രവർത്തകർ ഏറ്റെടുത്തു. ഇതിന്റെ ഒരു എന്താ പറയാ, അതിനുവേണ്ടി ഒന്ന് അഭിനന്ദിക്കാൻ കൂടി ശ്രീ മാത്യു കുഴൽനാടൻ MLA. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം അല്ലെ മൂവാറ്റുപുഴ കണ്ട എപ്പോഴും 5000 വോട്ടിനും 10000 ഏറ്റവും നല്ല രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ എറണാകുളം ജില്ല കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കുമ്പോൾ അദ്ദേഹം പിണറായിക്കെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെ നടത്തിയ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ്. അദ്ദേഹത്തിന് ഈ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചതിന് ധർമ്മടത്ത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും അറിയിക്കുകയാണ്. അബ്ദുൾ റഷീദ് കാഴ്ചവെച്ചത് യുവ പോരാളിയുടെ പോരാട്ടമാണെന്നും വരും കാലങ്ങളിൽ മികച്ച പ്രവർത്തനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെയെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.